അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടുത്തെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന 9 ഭാര്യമാരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത മൗലിദാഘോഷം, ജന്മദിനാഘോഷം, അതേപോലെ ആദ്യ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 തലമുറയും 4 മദ്ഹബിൻ്റെ ഇമാമികളും ഒന്നും ആഘോഷിച്ചിട്ടില്ലാത്ത ആ ആഘോഷം മുളഫർ രാജാവ് തുടങ്ങി വെക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ അത് സുന്നത്താകുമോ? ആകുമായിരുന്നെങ്കിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലുള്ള, ഇമാം സഖാവിയെ പോലുള്ള ആളുകൾ അതേപ്പറ്റി പറഞ്ഞത് ബൽ ഹുവ ബിദ്അ അഹ്ദസഹൽ ബത്താലൂൻ യഅ്തനാ ബിഹൽ അക്കാലൂൻ എന്ന് ഇമാം സഖാവി എല്ലാം പറഞ്ഞിരിക്കുന്നതായി കാണാം. അപ്പോൾ നബിയും സഹാബത്തും താബികളും ഉത്തമ 4 മദ്ഹബിൻ്റെ ഇമാമികളും ചെയ്യാത്തൊരാചാരം മുളഫർ രാജാവ് തന്നെ തുടങ്ങിയാലും അത് ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നതാണ് സംശയം. സാധു, നിങ്ങൾ കുറേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. അക്കാലൂന എന്നൊക്കെ പറഞ്ഞ ഒരു വാക്യം സഹാബി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞിട്ടില്ല. നുണ അവരുടെ പേരിൽ കല്ലുവെച്ച നുണ കെട്ടിയുണ്ടാക്കുന്നതാണിത്. മൗലിദിനെ എതിർക്കുന്ന ചില ആളുകൾ ഉപയോഗിച്ച വാക്യം അവരെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലുള്ള ആളുകളത്. ഇമാം സുയൂത്തി ഉദ്ധരിച്ചത് ഖണ്ഡിക്കാനാണ്. അക്കാലൂങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ കർമ്മം എന്ന് ഇമാം ഇബ്നു ഹജറും സഹാവിയും പറഞ്ഞതുകൊണ്ട് നുണയാണ്. ഇമാം സഹാവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയവരും എഴുതി ഉണ്ടാക്കിയവരും ആണ്. ഇമാം സഹാബി മൗലിദിന്റെ ന്യായങ്ങളെ ന്യായീകരിച്ച് വളരെ വിശദമായി അത് പുണ്യകർമ്മങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഇബ്നു ഹജർ അസ്കലാനിയും അദ്ദേഹത്തിന്റെ കാലത്ത് മുസ്ലിമീങ്ങളിൽ നടപ്പുള്ളതായ ഈ ആചാരം പുണ്യകർമ്മങ്ങളാണ്, പുതുതായി വന്നതാണെങ്കിലും എന്ന് വിവരിച്ചിട്ടുള്ളവരാണ്. നിങ്ങളിവിടെ 2 മണിക്കൂർ നേരത്തെ പ്രസംഗവും സംസാരവും തീരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലായത്. ബിദ്അത്ത് എന്ന് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാണ്. സ്വഹാബത്തിന്റെ കാലത്തും ഇല്ലാത്തതായാലും ഉണ്ടായാലും, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇന്നലെ മിനിഞ്ഞാന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഖിയാമത്ത് നാൾ വരെ ഉള്ളതൊക്കെ ബിദ്അത്താവും. നബിയുടെ കാലത്തില്ലാത്തതായാൽ മതി. അത് വിവരിച്ച ആളാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ആ ബിദ്അത്ത് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം സുന്നത്തായ കർമ്മങ്ങളിൽ പെടുമെങ്കിൽ അതിന് സുന്നത്ത്, അതായത് കൂലി ആഖിറത്തിൽ കിട്ടുന്ന സുന്നത്ത് എന്ന് പറയും എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ ഷാഫി മദ്ഹബിൽ ഇത് സംബന്ധിച്ച് ഫത്വ ചെയ്തവരൊക്കെ പറഞ്ഞത്. അതിൽ അല്ലാമ നവവിയുടെ ഗുരു അല്ലാമ അബൂശാമയുടേത് ഞാനിവിടെ വായിച്ചു. നവവി ഇമാമിന്റെ കാലത്തും തുടങ്ങിയിട്ടുണ്ട് മൗലിദ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ആ ഫത്വ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അതിൽ പ്രത്യേകമായി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഇമാമുകളൊക്കെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഷാഫി മദ്ഹബിൽ ഈ വിവരമുണ്ട്. അവരൊക്കെ വിവരിക്കുന്നത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ അത് ബിദ്അത്താണ്. പക്ഷേ ബിദ്അത്താണെങ്കിലും കൂലി കിട്ടുന്നതും ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതും എന്ന അർത്ഥത്തിൽ സുന്നത്താണ്. ഇതായിരുന്നു ഞാൻ ഒരുപാട് നേരം വിവരിച്ചത് ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത്തരമൊരു ബിദ്അത്തായ പുണ്യകർമ്മമായി ആഖിറത്തിൽ കൂലി കിട്ടുന്ന കർമ്മമാണ് മൗലിദ് എന്ന് ഇൽമു കൊണ്ട് നിറഞ്ഞ വിജ്ഞാന സമുദ്രങ്ങളായ ഷാഫി മദ്ഹബിലെ വലിയ മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഫുഖഹാവുമായ ഉലമാക്കൾ വിവരിച്ചതിനെ പറ്റി നബിയുടെ കാലത്തില്ല, സിദ്ദീഖ് എന്നവരുടെ കാലത്തില്ല, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തില്ല, ആയിഷ ബീവിന്റെ കാലത്തില്ല എന്നത് നിലനിൽക്കുന്ന പ്രമാണമല്ല. അവരുടെ കാലത്തില്ലാത്തത് കൊണ്ട് ഹറാമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരുടെ കാലത്തില്ലാത്തത് ഹറാമാണ് എന്ന് മനസ്സിലാകുന്ന ഏതെങ്കിലും ഹദീസോ മറ്റോ നിങ്ങൾക്ക് കുറെ പഠിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ വെല്ലുവിളിക്കല്ല, കുറെ നിങ്ങൾ മനസ്സിലാക്കുന്ന വായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. നബിയുടെ കാലത്തില്ലാത്തത്, ആയിഷ ബീവിന്റെ കാലത്തില്ലാത്തത്, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തില്ലാത്തത്, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്തത് എങ്കിൽ അത് ഹറാമാകും, അനാചാരമാകും എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്ധരണിയിൽ ഇതുവരെ വായിച്ച് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങൾക്കൊന്ന് പറയും, ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? നബിയിൽ നിന്നും സഹാബത്തിൽ നിന്നും മാതൃക ഇല്ലാത്തതിന് തന്നെയല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്? അല്ല, നബി സ്വഹാബത്ത് ആചരിക്കാത്ത സ്വഹാബത്തിന് നിങ്ങളതിൽ വെറുതെ കൂട്ടി, അതാരും പറഞ്ഞിട്ടില്ല. അത് വഹാബികൾ മാത്രം നിർമ്മിച്ചുണ്ടാക്കിയതാണ് ബിദ്അത്തിൽ. ബിദ്അത്തിന്റെ നിർവചനം ഞാനിവിടെ വളരെ വ്യക്തമായി ഇമാം നവവിയെയും അല്ലാമ അബൂശാമയെയും ഇബ്നു ഹജറിനെയും ഒക്കെ ഉദ്ധരിച്ചിട്ട് വിവരിച്ചു. ഒന്നുകിൽ വിവരിക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഇജ്മാഇനോ സുന്നത്തിനോ കിതാബിനോ അസറിനോ വിരുദ്ധമായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത് എന്നാണ്.
അങ്ങനെയുള്ളതല്ല മൗലിദ് എന്ന് ഇത് വിവരിച്ച എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബിദ്അത്തിന്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാ. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, ആയിഷാ ബീവിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും നബിയുടെ കാലത്തില്ലയോ അതൊക്കെ ബിദ്അത്താണ് എന്നാ പിന്നെ ഒരു നിർവചനം. ആ നിർവചന പ്രകാരം ഇവരുടെ ഒന്നും കാലത്തില്ലാത്തത് ഹറാമാകുന്നു എന്നത് നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്നതാണ്. ഒരു കിതാബിലും അതിന് രേഖയില്ല. അതാരെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അൽ ഹാവി എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹാവി രണ്ടും നിങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാം ഭാഗം. എന്താണ് ഹാവിയിൽ ഫത്താവ എന്ന കിതാബ്? ഇതാ ഹാവി എന്ന കിതാബിൽ ഒന്നാം ഭാഗം ഹാവി എന്ന കിതാബിൽ മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന തന്റെ ലഘു കിതാബിനെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് ഇത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സ്വതന്ത്ര രചനയാണ്, റിസാല. ആ റിസാലയെ ഹാവി എന്ന കിതാബിലെ 1-ാം വാള്യം 189 മുതൽ 197 വരെ പേജുകളിലായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഉദ്ധരണിയിൽ ഫാക്കിഹാനി എന്ന് പറയുന്ന ഒരാൾ നിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്തു. അയാൾ മാലിക്കി മദ്ഹബുകാരനാണ്. മാലിക്കി മദ്ഹബുകാരനായ ഫാക്കിഹാനി എന്ന ഒരാളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഭാഗമാണ് നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം എടുത്തിട്ട് പറയും ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു. കള്ളമാണത്. വഹാബികൾ പറയുന്ന കല്ല് വെച്ച നുണ. ഹാവിയിൽ ഈ പറയുന്നത് ഫാക്കിഹാനി പറയുന്നു ഇങ്ങനെ, അത് ഗണനാർഹമാകുന്നു. പ്രമാണങ്ങളില്ലാന്ന് ഫാക്കിഹാനി പറയുന്നു. അല്ല, പ്രമാണങ്ങളുണ്ട്. അക്കാലൂനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ഫാക്കിഹാനി പറയുന്നു. അല്ല, സവ്വൃത്തരായ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാകുന്നു. ഇങ്ങനെ സമർത്ഥിക്കുന്നിടത്ത് നിന്ന് ഫാക്കിഹാനി പറയുന്നു എന്ന ഭാഗം മാത്രം കല്ല് വെച്ച് നുണ പറയാനായിട്ട് എടുക്കുക. എന്നിട്ട് ഫാക്കിഹാനി പറയുന്ന ഭാഗ്യം ഒഴിവാക്കിയിട്ട് ഇമാം ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇതൊരു വളരെ ഗൂഢമായ തന്ത്രമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ ഞാനത് വ്യക്തമായി കാണിച്ചു തരാം. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദി എന്ന കിതാബ്, അതാണ് ഹാവിയിലുള്ളത്. അല്ലാതെ ഒന്നും മൗലിദിനെ കുറിച്ച് അതിൽ മൂപ്പർ സമർത്ഥിക്കുക ചെയ്യുന്നത് നല്ല സമർത്ഥനം. അദ്ദേഹത്തിന്റെ സമർത്ഥനം തന്നെ വൽ ജവാബ്, തുടക്കം തന്നെ നോക്കി. വൽ ജവാബ് عندي أن أصل عمل المولد الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ عمد النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لكم سمات يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التي يثاب عليها صاحبها لما فيه من تعظيم قدر النبي صلى الله عليه وسلم وإظهار الفرح والاستبشار بمولده الشريف എന്നാ. ഇതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ് അദ്ദേഹം പറയാം. ഇതിന്റെ ഉത്തരം അന്ന അസ്ല അമലിൽ മൗലിദില്ലദി ഹുവ ഇജ്തിമാഉൻ നാസി. അമലുൽ മൗലിദ് എന്ന മൗലിദ് കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? അമലുൽ മൗലിദ് ജനങ്ങൾ ഒത്തുകൂടുന്നു. വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, അത്യാവശ്യം ഖുർആനിൽ നിന്ന് അവർക്ക് സൗകര്യപ്രദമായി തോന്നുന്നു. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദതി ഫീ മബ്ദഇ അംദിൻ നബിയ്യി, നബി തങ്ങളുടെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങളെ കുറിക്കുന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്നു. വമാ വഖഅ ഫീ മൗലിദിഹി, നബിയുടെ ജന്മസമയത്തുണ്ടായിട്ടുള്ള മിനൽ ആയാത്ത്, മുഅ്ജിസത്തുകളും ദൃഷ്ടാന്തങ്ങളുമായ സംഭവങ്ങളും ഉദ്ധരിക്കുന്നു. സുമ്മ യുമദ്ദു ലഹും, എന്നിട്ട് മൗലിദ് ഓതിയ ആളുകൾക്ക് വേണ്ടി നിവർത്തപ്പെടുന്നു. സിമാത്തുൻ, ഭക്ഷണത്തിന്റെ സുപ്രകൾ. യൗക്കുലൂനഹു വയൻസരിഫൂന, എന്നിട്ട് അത് തിന്നിട്ട് അവർ പിരിയുന്നു. മിൻ ഒരു സിയാദത്തിൻ അലാ ദാലിക, ഇതിലപ്പുറം ഒരു പ്രവൃത്തിയും ദുഷിച്ച കർമ്മവും അതിലില്ല. ഇത്തരം നല്ല കർമ്മങ്ങൾ ഉടങ്ങുന്ന അമലുൽ മൗലിദിന്റെ അസ്ല് ഹുവ മിനൽ ബിദഇൽ ഹസനത്തി, അത് നല്ല പുതിയ ആചാരങ്ങളിൽപ്പെട്ടതാണ്. അല്ലത്തി യുസാബു അലൈഹാ സ്വാഹിബുഹ, അത് ചെയ്യുന്ന ആൾക്ക് പ്രതിഫലം കിട്ടപ്പെടും, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും, പുണ്യകർമ്മമാണ്. ലിമാ
ഫീഹി മിൻ തഅലീമി ഖദരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം മഹത്വപ്പെടുത്തലാണ് ഈ കർമ്മത്തിലുള്ളത്. വ ഇൽഹാറിൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബി മൗലിദിൽ ശരീഫ്, നബി ജനിച്ചതുമായി ബന്ധപ്പെട്ട സന്തോഷം വെളിപ്പെടുത്തലുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഇത് പ്രതിഫലാർഹമാണ്, പുതിയ ആചാരമാണെങ്കിലും എന്നാണ് ഹാബിയുടെ പ്രവാസത്തിൽ ഇമാം സുയൂത്തിയുടെ ഫത്വയുടെ തുടക്കം തന്നെ. പിന്നെ അദ്ദേഹം ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഭാഗത്ത് ചിലർ പറഞ്ഞത് ഗണ്ണിക്കുന്നുണ്ട്. അതിനെയാണ് സഹാബി പറഞ്ഞതെന്ന് നുണ പറയുന്നത്, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞെന്ന് നുണ പറയുന്നത്. ഇതൊന്നും നമ്മുടെ ഇമാമികൾ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളാണെങ്കിൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. രണ്ട് മണിക്ക് അവസാനിപ്പിക്കണം. ഹലോ, ഞാൻ ചോദിച്ചതിനല്ലല്ലോ ഉസ്താദ് ഇത്രയും ദീർഘനേരം ഉത്തരം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് റസൂലും സഹാബത്തും താബികളും കാണിക്കാത്തൊരു വിഷയം ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നുള്ളത് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആണ് എങ്കിൽ, അങ്ങനെ ആകും എന്നുണ്ടെങ്കിൽ എന്ത് ഈ സുന്നത്തിന് എന്താ നിർവചനം അത് പറഞ്ഞാൽ മതി. അല്ലാതെ ഇമാം സഹാബി പറഞ്ഞോ, ഞാൻ ഇമാം സഹാബി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇമാം സഹാബിയും ഇതിനെ എതിർത്തിട്ടുണ്ട്, പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി എതിർത്തിട്ടുണ്ട്. ഈ പിന്നെ സഹാബിയുടെ റിപ്പോർട്ടായിട്ട് ഹാബിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വിഷയമല്ല വിഷയം. രണ്ടാമത് അവസാനത്തിൽ ഞാൻ സുഹൃത്ത് വളരെ ആസൂത്രിതമായി സമയം കളയാൻ വേണ്ടി മെനക്കെടാന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ സംസാരം മുഴുവൻ നബിയുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഒന്നുമില്ലാത്തതാണെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് പ്രതിഫലാർഹമായ സുന്നത്ത്, വാജിബിന്റെ മാറ്റത്തിൽ സുന്നത്ത്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടില്ലേ? വാജിബിന്റെ മാറ്റത്തിൽ പ്രതിഫലാർഹമായതിന് സുന്നത്ത് എന്ന് പറയും. അത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ ബിദ്അത്താണെങ്കിലും പ്രതിഫലാർഹമായത്, പുണ്യമുള്ളത്, ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടത് എന്ന അർത്ഥത്തിൽ സുന്നത്താകും എന്നാണ് ഇവിടെ ഇത്രയും മണിക്കൂറുകൾ സംസാരിച്ചതിൻ്റെ രത്ന ചുരുക്കം. അത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ പിന്തു അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആരാണോ പ്രമാണങ്ങളിൽ സുന്നത്ത് എന്ന് വിധി കൽപ്പിക്കുന്നത്? കർമ്മശാസ്ത്രത്തിലെ ഉലമാ ആണ്. അവർ പറയുന്നു നബിയുടെ കാലത്തില്ലെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടാൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ സുന്നത്ത് എന്നതിൻ്റെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം സുന്നത്താകും എന്ന്. ബിദ്അത്തിന്റെ മാറ്റത്തിലുള്ള സുന്നത്തല്ല. സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ. ഇത് ബിദ്അത്ത് ബല ആസൂത്രിതമായ ശ്രമം കൊണ്ട് വരുന്ന കുഴപ്പമാണ്. നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ട് കുറെ തെറ്റിദ്ധരിച്ചു. ബിദ്അത്ത് എന്നാൽ നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥമാണെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് പുണ്യം കിട്ടുമെന്ന് തെളിഞ്ഞാൽ അതൊന്നുകിൽ വാജിബാകും അല്ലെങ്കിൽ സുന്നത്താകും എന്ന് ഇമാമികളെ ഉദ്ധരിച്ച് ആരാണോ സുന്നത്ത് പറയാറ്, ആരാണോ വാജിബ് പറയാറ്, ആ ഇമാമകളെ ഉദ്ധരിച്ചാണ് ഞാൻ സമർത്ഥിച്ചത്. അതിനിടയിൽ നിങ്ങൾ ചോദിച്ചു തുടങ്ങിയത് തന്നെ നബിയുടെ കാലത്തും മറ്റും ഇല്ലാത്ത ബിദ്അത്താണ്, അഖാലൂന ഉണ്ടാക്കിയതാണ് എന്ന് സഹാബി പറഞ്ഞു. ഇമാം സഹാബി എന്നത് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയിൽ നിന്നും ശരിക്കും ഇൽമു പഠിച്ച് മൗലിദിനെ ന്യായീകരിച്ച് മൗലിദിന്റെ കിതാബുകൾ നമുക്ക് വിവരിച്ചു തന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി മൗലിദിൽ ചൊല്ലിയ ബെയ്ത്തുകൾ നമുക്ക് ഉദ്ധരിച്ചു എന്ന ഇമാമാണ്. നിങ്ങൾക്ക് സഹാബിയെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരോ പറയുന്നത് കേട്ട് സഹാബിനെ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ ഏതോ ഒരാളെ ഉദ്ധരിച്ചത് ഞാൻ പറഞ്ഞു ഫാക്കിഹാനി എന്ന് വ്യക്തമായും പറഞ്ഞു. ഫാക്കിഹാനി മാലിക് മദ്ഹബുകാരനായ ഒരാളാണ്. അദ്ദേഹം ഉണ്ടാക്കിയതിനെയും എതിർത്തതിനെയും ശരിക്കും ഖണ്ഡിച്ച് ന്യായയുക്തമായി സമർത്ഥിച്ച ഇമാം സുയൂത്തിയുടെ രചനയാണ് ഞാൻ ഈ വായിച്ചത്. അത് ഹാവിന്നാ വായിച്ചത്. നിങ്ങൾ ചോദിച്ചത് ഹാവിയിലില്ലേന്നാ. ആ ഹാവിയിൽ അത് ഇല്ലാന്ന് വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടും നിങ്ങൾ പറയുന്നു നിങ്ങൾ ചോദിച്ചതിനല്ല മറുപടി. ഇതെന്ത് പൊതുമാ സമയം വെറുതെ കളയാണോ? അഥവാ ഞാൻ സഹാബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ്. അതും തെറ്റാണ്. അത് മാത്രമല്ല തെറ്റ്. ഫാക്കിഹാനിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ ഫാക്കിഹാനി പറഞ്ഞതിനെ ഗണ്ണിച്ചിട്ടുണ്ട്, സുന്നത്താണ് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാക്കിഹാനി പറഞ്ഞത് തെറ്റാണ്. ഓക്കെ.